ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സർലാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 4 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി, 4 പച്ചമുളക്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇത്രയാണ്. ഇനി നമ്മളിതിനു വേണ്ടി തൈര് എടുത്തേക്കുന്നത് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ട തൈരാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിരിക്കുന്ന തൈരാണ്. നമ്മൾ സർലാസ് ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിരിക്കുന്ന തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നമ്മളിവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും അതുപോലെ തന്നെ നമുക്ക് ചെറുതായി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയിലേക്ക് ഉപ്പ് തിരുമ്മി കൊടുക്കണം. സവാള ഒന്ന് മയം വരുന്നതിനും സവാളയുടെ കുത്ത് ടേസ്റ്റ് പോകുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഉപ്പ് തിരുമ്മി കൊടുക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് നല്ലോണം കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പ് എല്ലായിടത്തും എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ സവാളയുടെ എല്ലായിടത്തും ഉപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീരൊക്കെ ഒന്ന് കളയണം. അപ്പോൾ സവാളയുടെ ആ കുത്ത് ചൊകയൊക്കെ പോയി കിട്ടും കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതിലുള്ള നീരൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ തന്നെ സവാളയുടെ കുത്ത് ചൊകയൊക്കെ പോയി സർലാസ് നല്ല ടേസ്റ്റി ആവും. ഇപ്പോൾ നമ്മളിത് പിഴിയുമ്പോൾ തന്നെ നല്ലോണം നീര് പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടും ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പ് തിരുമിയതുകൊണ്ട് ഇപ്പം നമ്മളിതിലേക്ക് രണ്ടാമത് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ തൈരൊക്കെ ഒഴിച്ച് സർലാസ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന് ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഉപ്പ് നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണെന്ന് കണ്ടതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉപ്പ് അധികമായി പോവും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് മിക്സ് ചെയ്ത് തൈരെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സർലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനും നെയ്ച്ചോറിൻ്റെ ബിരിയാണിയുടെ ഒക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.